ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നമുക്ക് വിഷു ഈസ്റ്ററിന്റെ തന്നെ ഇതായിട്ട് നല്ലൊരു കോട്ടണിൽ വരുന്ന ഡിസൈനാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നമുക്ക് വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെന്ന് അങ്ങനെ നോക്കണ്ട, എപ്പോഴും ഇവിടെ വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ. ഇതുപോലെ ചെറിയൊരു ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാട്ടോ. ഇത് ചെറിയൊരു കണ്ടോ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഫ്ലവേഴ്സ് ഇത് പ്രിന്റ് അല്ല, ത്രെഡ് കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് രണ്ട് പാറ്റേണിൽ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു എൽബോ വരയ്ക്കും സ്ലീവ് കൊടുത്തിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ട് വീനെക്ക് ഇതേപോലെ വീനെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഞാൻ വേറെ ഇതേക്കുന്ന സ്ലിറ്റ് ഉള്ള പാറ്റേണിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എ ലൈൻ വേണമെന്നുള്ളവർക്ക് നമുക്കൊരു ഫ്രോക്ക് പോലെ സിമ്പിൾ ആയിട്ട് നല്ലൊരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാവുന്നതാണ്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അടിപൊളിയാണ്, നമുക്ക് എപ്പം വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ള ഫ്ലെയറിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഞാൻ വേറെ ഇത് കാണിച്ചത്. അതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടോ, ഒന്നും കൂടെ ഞാൻ എൻ്റെ പ്രിന്റ് കാണിച്ചത്. അത്ര ഭംഗിയുണ്ട്. ഇടയിൽ ഓരോ സീക്വൻസിന്റെ വർക്കും പോയിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പാറ്റേൺ വേറെ ഇത് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ ഇത് നേരത്തെ ചെയ്തൊരു പാറ്റേൺ തന്നെയാണ്. ഇത് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഇതുപോലെ സ്ലിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ റെഡ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ട് ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എ ലൈൻ പാറ്റേൺ ഇതേപോലെ ഉണ്ട് കേട്ടോ. അതൊരു വാഷിൽ കുറച്ചൊരു ഇതാവുന്നതാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ വേറെ ഇതും ഇതേപോലെ ഉണ്ടാവും. നമ്മൾ ഇതിനകത്ത് ഞാൻ ബ്ലൂ ഫ്ലവറും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലൂ ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത്. കാരണം അതിന്റെ എൻഡിലെ ടാസിൽസ് എല്ലാം നല്ല ബ്ലൂല് റെഡിലും ഉണ്ട്. ഈ ബട്ടൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂ വെക്കണമെങ്കിൽ ബ്ലൂ വെക്കാം. നമുക്ക് കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ മതി നിങ്ങൾ. പിന്നെ ഇതിനകത്ത് ഞാനിപ്പം റെഡ് വരുന്ന ദുപ്പട്ടയും കൂടി ഉണ്ട്, അതും പെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇതുപോലെ റെഡ് ഡിസൈൻ വരുന്നത് നല്ല മാച്ചായിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് വെയർ ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പാറ്റേൺ വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഈ ഒരു കളർ ഇത് എക്സാക്ട് ഇതിന്റെ ക്രീമും റെഡും ബേസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ബോട്ടം വന്നിട്ട് ഇത് സെയിം ടോൺ വേണമെങ്കിൽ സെയിം ടോൺ ഇതുപോലെയാണ് ബോട്ടം വരുന്നത്. അതായത് ബോട്ടം എങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു. സിമ്പിൾ ആയിട്ട് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് പെൻസിൽ ബോട്ടം സെമി പലാസോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻഡിൽ ഇതേപോലെ കട്ടിങ് ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.